ഡാ, നീ അസൈൻമെന്റ് എഴുതിയോ? അസൈൻമെന്റോ? ആ ബെസ്റ്റ്. ഞാനിത് ആരോട് ചോദിക്കണേ? എടാ ഇരട്ടെ എന്ന് പറട്ടെ, നിനക്കറിയാവുന്ന എന്നോടൊന്ന് പറയാറുന്നില്ലേ? പറഞ്ഞാ നീ എഴുതുവോ? ഇല്ല. എന്നാ മിണ്ടാതിരി. ആരും എഴുതി കാണുമോ ആവോ? അവൻ നമ്മളെ പോലല്ല, കുറച്ച് ഉത്തരവാദിത്തമുള്ള ചെക്കന്. അവനെഴുതി കാണും. പക്ഷെ അവനോട് പറയാറുന്ന് എന്റെ കൂടെ എഴുതിക്കൊണ്ട് വരാം. അതും എന്റെ ചെക്കന്റെ പെടലിലോട്ടിട്. ഡാ, നിന്റെ ചെക്കനാവുന്നതിന് മുമ്പ് അവൻ എന്റെ ചങ്ക, അത് മറക്കണ്ട. നിങ്ങള് ക്ലാസ്സിലൊന്നും കേറുന്നില്ലേ? നീ വന്നു. അല്ല, നന്ദു എന്തി? അവൻ ലേറ്റായേ വരും. അതെന്താ? ഇനി ഞാൻ അവന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അവനെ കാണാൻ. ഇന്ന് അച്ഛനെ കൊണ്ടുവിടാൻ എയർപോർട്ടിൽ പോയിട്ടേ വരുമെന്നാ പറഞ്ഞു. അവൻ വന്നോളും, നീ ഇനി വാ. നീ എന്ത് ഇന്നലെ ഞാൻ അയച്ച റീലിനൊന്ന് റിപ്ലൈ ഇടാൻ? അത് പറഞ്ഞപ്പോഴാ നിർത്തിക്കും. ഇനി ഇങ്ങനെ ഇമാതിരി ഹറാമ്പറപ്പ് റീൽ എനിക്ക് അയച്ചാണ്ടല്ലോ. അയച്ച നിർവാൻ വേണ്ട. അതെന്താ? എന്നെപ്പോലൊരു സാധനം ഇവിടെ തൂണുപോലെ നിൽക്കുമ്പോ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനെ മനസ്സ് വരുന്നടാ നിങ്ങൾക്ക്? എന്നാ നീ കുറച്ച് മാറി നിൽക്ക്. ഞാനിത് കേൾക്കണോടാ. നീയൊക്കെ സെറ്റാകാനേ ഞാൻ കൂടെ കാരണം. അതിന്റെ നന്ദിയെങ്കിലും കാണിക്കടാ വധൂരികളെ. വാലുണ്ടായിരുന്നേ ആട്ടി കാണിക്കായിരുന്നു അല്ലേ ആരും? എന്റെ നിന്റെ തന്ത ഒന്നായോണ്ട് ഞാൻ തന്തയ്ക്ക് വിളിക്കുന്നില്ല. പിന്നെ ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് ലാൻഡ് ആവുന്നുണ്ട്. ഞങ്ങൾ അറിയാത്ത ഏത് ഫ്രണ്ട്? ഞാൻ പറഞ്ഞിട്ടല്ലേ ഒരു ഓൺലൈൻ ഫ്രണ്ടിനെ പറ്റി. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഇന്നാണ് ആദ്യം കാണാൻ പോകുന്നത്. അവൻ ഫസ്റ്റ് ഇയർ ആണോ? അതെ. എന്താ ഇത്ര ലേറ്റ് ആയ കോളേജ് ജോയിൻ ആക്കാൻ? എന്തോ ഫാമിലി മാറ്റർ. അപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ കൂടെ ആയല്ലേ? അതൊന്നും പറ്റൂല. അതെന്താ? അവൻ ജൂനിയർ അല്ലേ, നമ്മള് സീനിയേഴ്സും. അതുകൊണ്ട് ഒരു ജൂനിയർ സീനിയർ ബന്ധം മതി. ഷേടാ, നീ സീനിയേഴ്സിനോട് കാണിക്കുന്ന സീനിയോറിറ്റി അവന്റെ അടുത്ത് വേണ്ട. അവൻ എന്റെ ഫ്രണ്ടാ. പിന്നെ അവനത്ര പാവമൊന്നുമല്ല. നീ പറയുന്നത് അക്ഷരം തൊടാതെ വിഴുങ്ങാൻ. മതി, വേഗം ക്ലാസ്സിൽ പോകാം. എന്നിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ. ശവം. ഹേയ്, എവിടെ നോക്കിയാടോ വരണേ? ഹലോ, നീയാണ് ഓടി വന്നേ. സോ വാട്ട്? തനിക്ക് നോക്കി നടന്നൂടെ? അതിനെന്തേലും പറ്റിയോ? ഇപ്പൊ മനുഷ്യന്റെ തോള് പറഞ്ഞു പോയേനെ. അതുകൊണ്ടാ പറഞ്ഞേ, ഇനിയെങ്കിലും നോക്കി തന്നെ നടക്ക്. ഞാൻ പുറത്തുനിന്നുള്ള ഒരു ഉപദേശം കേൾക്കാറില്ല. അതുകൊണ്ടാ ഇങ്ങനെ തലതിരിഞ്ഞു പോയത്. ഹേയ്, ഇങ്ങനെ ചൂടാവാതടോ. ദേഷ്യപ്പെടുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, കവിളൊക്കെ ചുമന്ന്. ഒരു കടി വെച്ച് തരട്ടെ? എന്ത്? ഹേയ്, ജസ്റ്റ് കിഡിങ്. അപ്പൊ പോട്ടെ ബേബി ബോയ്. ബേബി ബോയ് നിന്റെ അച്ഛൻ? ഏതാണ് ഈ വധൂരി? രാവിലെ തന്നെ മൂട് കളയാനായിട്ട് ഓരോന്ന് കയറും പൊട്ടിച്ച് വന്നോളൂ. എന്താണ് നന്ദു ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നേ? ഇച്ചായ ക്ലാസ്സിൽ കയറിയില്ലേ? ഹേയ്, ഇന്ന് ഫസ്റ്റ് അവർ ക്ലാസ്സിലായിരുന്നടാ. അല്ല, നീ എന്താ ഇവിടെ നിക്കണേ? ഇന്ന് കുറച്ച് ലേറ്റ് ആയി വരാൻ. ഇവിടെ കിടന്ന് കറങ്ങാതെ ക്ലാസ്സിലോട്ട് ചെല്ല്. എന്താണ് നിന്റെ മോന്ത കടന്തല് കുത്തിയ പോലെ ഇരിക്കണ? അതൊന്നും പറയണ്ട. എന്നാ പറയണ്ട. ഇവനെ അങ്ങ് സോറിയുടെ കൊട്ട. കൂടെ ജനിച്ചു പോയെന്നല്ലാതെ ഇവനുമായി യാതൊരു ബന്ധവും എനിക്കില്ല. ചേറ്റ, രാവിലെ തന്നെ ശോകാണ്. ഇന്ന് വരണ്ടായിരുന്നു. എന്നും കോളേജിൽ വന്നിട്ട് ഇത് തന്നെയല്ലേ പറയാറ്? അല്ല, ആരും എന്തി? അവനെന്റെ ഓൺലൈൻ ഫ്രണ്ടിനെ കാണാം. ഇപ്പൊ വരുമായിരിക്കും. നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞു. വന്നു ഞാൻ. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ശക്തിവേൽ അയ്യങ്കാർ. ഇവനോ? ഹേയ് ബേബി ബോയ്, യു അഗൈൻ? നിനക്ക് ഇവനെ അറിയോ? യാ, ഞാൻ വന്നപ്പോഴേ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അല്ല, അപ്പൊ ഇത് നിന്റെ ഫ്രണ്ടാണല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ നന്ദു. അല്ല, നന്ദൻ വാസുദേവ്. ഞങ്ങൾ നന്ദു എന്ന് വിളിക്കും, പക്ഷെ ഞാൻ ബേബി ബോയിനെ വിളിക്കും. ഹേയ്, ഞാൻ സെക്കൻഡ് ഇയറാ. അപ്പൊ ഞാൻ നിന്റെ സീനിയറാ. സോ അതിന്റെ മര്യാദ കാണിക്കും. ഓക്കെ സീനിയർ. ബേബി ബോയ് ആരോ
ഇവനെ വിളിച്ചോണ്ട് പോ. അതെങ്ങനെ ശരിയാകും? എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ആയില്ല. സോ ഇന്ന് ഞാൻ ഇവിടെ കൂടാം. അല്ല, നിങ്ങൾ രണ്ടുപേരും? ഞാൻ നിർമ്മൽ, ഇത് നിർമ്മൽ, ഞങ്ങള് ട്വിൻസാ. ഓ, ഐ സി. അല്ല മച്ചാനെ, ഇതൊക്കെ മരുന്ന് കഴിച്ചുണ്ടാക്കിയതല്ലേ? അല്ല, റെന്റ് എടുത്തയാ. നിനക്ക് വാ തുറക്കാതിരിക്കാൻ ഞങ്ങൾ വേണേ 5-10 അങ്ങോട്ട് തരാം. ഓ, ഞാൻ ചോദിച്ചതാണോ കുറ്റം? നമ്മുടെ കൂട്ടത്തിൽ നന്ദൂനല്ലാതെ വേറെ ആർക്കുണ്ടോ നല്ല മസിൽ ബോഡി? കൗതുകം കൊണ്ട് ചോദിച്ചതല്ലേ. എന്ത് നോക്കുന്നേ? മസില് മാത്രമുള്ള എല്ലാം കൊള്ളാം. ഭക്ഷണം മതി മതി, ഇന്നത്തേക്കുള്ളതായി. ഏയ് ബേബി ബോയ്, എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? തന്നോട് ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കരുത്. പിന്നെ ഞാൻ എന്ത് വിളിക്കും ബേബി ബോയ്? ശരിക്കും എനിക്കൊരു ഇറിറ്റേഷൻ ആയിട്ടുണ്ട്. അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ എതുക്ക് നീ തിമിര പേസറേ? നീ മുഖത്ത് നോക്കി പിന്നെ ഞാൻ എന്തോ വിളിക്ക? ഇത്രയും ക്യൂട്ട് ഫേസ് ഉള്ളൊരു ചെക്കനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണക്കായി പോയി. ഹേയ് നിക്കേ, കയ്യെന്ന് വിട്, എനിക്ക് ക്ലാസ് ഉണ്ട്, ബ്രേക്ക് ടൈമല്ലോ. നല്ല സോഫ്റ്റ് കൈ ഏത് ബോഡി ലോഷൻ ഉപയോഗിക്കുന്നേ? അറിഞ്ഞിട്ടപ്പോ എന്തിനാ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ, ഭാവിയിൽ ആവശ്യം വന്നാലും. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? കൈവിട്. ആരു? അവന്മാര് ക്യാൻറ്റീനിലല്ലേ, ഞാൻ അങ്ങോട്ട് പോവാ, നീ വന്നേക്ക്. ശരിയടാ. മോൻ അവിടെ ഒന്ന് നിന്നേ. എന്താടാ? എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഉരുളല്ലേ? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കാം. നിനക്കെന്താ ഒരു വലിവോ? അതെ, ഒരു ചായ്വ്, അതും അങ്ങോട്ടേക്ക്. അത് പിന്നെ കുട്ടിക്ക് ലക്ഷം കൗതുകം കൂടുതലാണേ. അതാന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ തീർന്നോളും. നീ ഗ്രൗണ്ടിൽ വരുന്നുണ്ടോ? വേറെ പണിയൊന്നുമില്ലല്ലോ. ഇവനെന്താ ഇവിടെ? നിനക്ക് ക്ലാസ് ഒന്നും ഇല്ലടാ ചെറുക്ക? ഇല്ല. ഇവന്മാരുടെ കൂടി നീയും വെറുതെ വഷളാവണ്ട. 4 അക്ഷരം ചെന്ന് പഠിക്കാൻ നോക്ക്. ശരി അങ്കിൾ. എന്തുവാണ് ഇരുത്തങ്ങ് അപമാനിക്കുക? അല്ല പിന്നെ ആരെയും പറയണേ? നിനക്ക് നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്നെങ്കിലും അറിയോ? വല്ലപ്പോഴേ ക്ലാസ്സിൽ കയറും, എന്നിട്ടാണ് ഇവനെ ഉപദേശിക്കാൻ നിക്കണം. എടാ, നമ്മുടെ കൂടി അവനും ചീത്തയാവാതിരിക്കാല്ലോടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. മതി ചാളായി. ഓയ്, എന്താണ് മിണ്ടാതിരിക്കണേ? ഒന്നുമില്ല. എന്താണോ താൻ മാത്രം എന്താ ഇങ്ങനെ? ബാക്കി എല്ലാരും എന്നോട് നൈസായ പെരുമാറണേ. അതിന് കയ്യിലിരിപ്പ് നന്നാവണം. ഹേ നന്ദു, ഒരു കൈ നോക്കുന്നോ? വൈ നോട്ട്? അതാരാ? അതാണ് സ്റ്റീഫൻ ഇച്ചായൻ. സൂപ്പർ സീനിയറാ. ഞങ്ങളുമായൊക്കെ നല്ല കമ്പനിയാ. വന്ന ടൈമില് സീനിയേഴ്സിന്റെ റാഗിങ്ങിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ഇച്ചായൻ കാരണം. അങ്ങനെ കമ്പനിയായതാ. ഓ, പിന്നെ നമ്മുടെ നന്ദുവിന്റെ ക്രഷാണ്. ക്രഷോ? വന്ന ടൈമിലാ, ഇപ്പോഴും ഉണ്ടോന്ന് അറിഞ്ഞൂടാ. പണിയാണല്ലോ. എന്താടാ? ഒന്നുമില്ല. നീ എന്താടാ ബ്ലിങ്കസിയാന്ന് പറഞ്ഞിരിക്കണേ? അത് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു. എന്ത്? അല്ല, നീ രാവിലെ പറഞ്ഞില്ലായിരുന്നു നന്ദുവിന്റെ ക്രഷാണ് സീനിയർ എന്ന്? അതിനെന്താ? അല്ല, അവന്റെ എന്ത് കണ്ടിട്ടാണ് അവൻ ക്രഷ് അടിച്ചത്? അതാണ് കോമഡി. പുള്ളിയുടെ ടൈസ് കണ്ട അവൻ ക്രഷ് അടിച്ച്. അതേടാ. അപ്പൊ നാളെ തൊട്ട് ബോക്സർ ഇട്ട് വരേണ്ടി വരുമോ കോളേജിൽ? ഹലോ ബേബി ബോയ്. നീ എന്താ ഇന്നലെ കോളേജിലാണ് കിടന്നുറങ്ങി? എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അല്ല, ഒന്നും പറഞ്ഞല്ല. എന്തു പറയാ? നിനക്കെന്നെ കണ്ടിട്ട് ഒന്നും തോന്നണില്ലേ? എന്ത് തോന്ന? ശരിക്കൊന്നും നോക്കൂ. നന്ദു, ഞാൻ പറഞ്ഞ കാര്യം എന്തായി?
അത് ചായ അത് നടക്കൂല. അതിനിപ്പോ എന്താടാ, അതിന് കറക്റ്റായി ചേരുന്നത് നിനക്കായിരിക്കും. നീയല്ലേ ശക്തി? ആരോ പറഞ്ഞായിരുന്നു. ഞാൻ സ്റ്റീഫൻ ജോർജ്, സീനിയറാ. ഓ അറിയാൻ ചേട്ടാ. എനിവേ നൈസ് ഗൈസ്. താങ്ക്സ്. ഇങ്ങേർക്ക് മനസ്സിലായി, എന്നിട്ട് ഈ കുട്ടിത്താന് മനസ്സിലായതല്ലോ എന്റെ ഈശ്വര. നന്ദു, നീ ഒന്ന് ആലോചിച്ചിട്ട് പറ. ഓക്കെ? എന്താലോചിച്ചിട്ട് പറയാനാ ദൈവമേ? ഞാൻ എന്നേക്കാൾ മുമ്പേ ഗോളടിച്ച എന്നാ ഞാൻ ഫൗൾ വിളിക്കും. അല്ല സീനിയർ എന്താ പറയട്ടെ പോയെ? അതെന്തിനാ താനറിയുന്നേ? ചുമ്മാ. മറ്റന്നാൾ ഡ്രാമ ക്ലബിന്റെ വക ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള സ്കിറ്റില് ഞാൻ ലേഡി ഗെറ്റപ്പ് ചെയ്യണമെന്ന്. അതും ഒരു മെയ്ഡിന്റെ വേഷം. എന്നെ കൊണ്ടൊന്നും വയ്യ. ഒരു സ്കിറ്റിന് വേണ്ടിയല്ലേ? അടിപൊളിയായിരിക്കും, കോമഡി ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. ഒന്നുമില്ലല്ലോ, സീനിയർ പറഞ്ഞതല്ലേ. ഇപ്പൊ നമ്മളാരായി? എങ്ങനുണ്ട്? പോടാ, നിന്നെ കാണാൻ ഇപ്പൊ കറക്റ്റ് അപ്പാപ്പൻ നിന്റെ വല്യച്ഛൻ. ഉറവാളിനരിഞ്ഞ നീ ഞൊട്ടും. ആരുവിടെ? രാജാവിന് വഴിയൊരുക്കും. ഇതെന്ത് തേങ്ങ? എന്തേ നോമനെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. സ്റ്റേജിൽ കയറിയിട്ട് പോരെ ഈ കുന്തളിപ്പ്. നിനക്ക് കുശുമ്പാടാ. എനിക്ക് രാജാവിന്റെ റോള് കിട്ടിയപ്പോ തൊട്ട് ചൊറിയുന്നതാ തെണ്ടി. പിന്നെ കണ്ടേച്ചാലും മതി, ഒരു രാജാവ് വന്നേക്കുന്നു. അണ്ണാന്റെ ശരീരവും വാവലിന്റെ തലയോ ഇറങ്ങിയേക്കു കടവാവല്. നീ പോടാ പൂച്ചമോറ. ഇന്ന് എല്ലാരെയും കാണാൻ നല്ല കോമഡി ആയിട്ടല്ലോ. എന്ത് ചെയ്യാനാണ്? ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ഊരിക്കളെ. ഇതിനകത്തിരുന്ന് വേവുക. അല്ല നന്ദു എന്തി? പറഞ്ഞ പോലെ നമ്മുടെ വേലക്കാരി ജാനു എന്തി? അവനിപ്പോ വരും. നമ്മുടെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളു അവന്റെ പരിപാടി. വരാൻ നോക്ക്, അവിടെ തുടങ്ങി. ആടാ ശക്തി, എടാ ഇത് കളറുള്ള ലിബാമ നന്ദുവിന് കൊടുത്തേക്കണേ. അവൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യില്ല. ആടാ ഞാൻ കൊടുത്തോളാം. വേണേ ഇട്ടിക്കൊടുക്കാം. അവര് പോയോ? അവര് പോയോന്ന്? പോയി. എങ്ങനുണ്ട്? കോമഡിയാണോ? സത്യം പറയാലോ ഇടിവെട്ട് സാധനം. എന്ത്? അല്ല നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതാ. എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിന്? ടൈം ഉണ്ടല്ലോ, വേണമെന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്ക്. ഇതൊക്കെ ചീള് കാര്യല്ലേ, കവലപ്പെടാതെ ചെല്ലോ. I don't want to live another day without you. Will you be my husband? ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞു നോക്കിയതാ. തമ്പുരാനെ, ഒരു നിമിഷത്തേക്കിന് ഞാനിനി ഇല്ലാണ്ടായി. ഇത് ഒറിജിനലായിരുന്നു, കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേര്. എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. അല്ല ഇത് ഇങ്ങിതാ ഞാൻ ഇട്ടേറെ. ശക്തി, ഞാൻ ഇട്ടോളാം. ഇതാ. ബൈ. പ്രോഗ്രാം തുടങ്ങാറായി. ഞാൻ ഫ്രണ്ടിൽ തന്നെ കാണും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ഇപ്പൊ പറഞ്ഞ സ്ക്രിപ്റ്റിലെ ഡയലോഗ് എന്നെ മനസ്സിൽ കണ്ടെങ്കിൽ പറഞ്ഞാ മതി, എല്ലാം ശരിയാകും. Will you be my husband? ചെക്കൻ കസറുവാണല്ലോടാ. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല റിയലിസ്റ്റിക് ആയി തോന്നി ശരിക്കും. ഇപ്പൊ തന്റെ പ്ലാൻ വർക്കൗട്ടായി. പ്ലാനല്ലേ പറഞ്ഞേ? തന്നെ മനസ്സിൽ കണ്ടോണ്ട് ഡയലോഗ് പറയാൻ. ശരിക്കും നീ എന്നെ മനസ്സിൽ കണ്ടോണ്ടാണോ ഡയലോഗ് പറഞ്ഞേ? മേ ബി. നന്ദു പ്ലീസ് പറ. പറഞ്ഞില്ലേ, മേ ബി ഓർ മേ ബി നോട്ട്. കളിക്കല്ലേ, പറ.
ഞാൻ പോവാ. അവര് തിരക്കുന്നുണ്ടായിരിക്കും. ഞാൻ ചെയ്തത് കൂടിപ്പോയോ? എന്നാലും ഇന്നലെ പൊളിച്ചടിക്കും. ശരിയാ, എല്ലാരും പറഞ്ഞായിരുന്നു കൊള്ളാന്ന്. ഹായ് ഗുഷ്. ശക്തി, നീ വന്നോ? ഇരിക്കും. ഗൈസ്, ഞാനെന്നാ പോട്ടെ. ലൈബ്രറിയിൽ നിന്നൊരു ബുക്ക് എടുക്കാനുണ്ട്. ബൈ. എടാ, ഇവനെന്താ പറ്റിയേ? പുതിയ ശീലമൊക്കെ തുടങ്ങിയോ? എന്നാ ഞാനിപ്പോ വരാവേ. ഇവൻ വന്നല്ലേ ഉള്ളൂ, ഇതെങ്ങോട്ടാ? ഇപ്പൊ വരാം. ഇവന്മാർക്കൊക്കെ എന്താ ഒരു മാറ്റം? അത് താൻ പ്രായമായി വരുന്നോണ്ട് തോന്നുന്നതാ. പോടാ ആലിലക്കണ്ണ. ഹേയ്, എന്ത് വേണം? നന്ദു പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പറഞ്ഞു, ഞാൻ അങ്ങോട്ടും പോയില്ലല്ലോ. അതിന് ഐ എം സോറി. എന്തിന്? ഇന്നലെ നമ്മൾ അല്ല, ഞാൻ അറിഞ്ഞോണ്ടല്ല, പറ്റിപ്പോയി. അത് ആക്സിഡന്റ് ആയി തോന്നിയില്ലല്ലോ. നന്ദു എന്റെ കയ്യിന്ന് പോയി, അതുകൊണ്ടാ. ഇതിന്റെ പേര് ഞാൻ ഇഗ്നോർ ചെയ്യരുത്. ഓ, അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നല്ലേ? അതെന്ന് പറയുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, എന്നാ വിഷമം ഞാനങ്ങ് തീർത്തു തരാം. ഇപ്പൊ സമാസമായില്ലേ? അപ്പൊ പ്രശ്നം സോൾവ്. എനിക്ക് എന്താ ഇതിന്റെ അർത്ഥം? ഒന്നുമില്ലേ? ഇല്ലാതിരിക്കാം. നന്ദു, എന്തോ കുഞ്ഞു കളിക്കാതെ കാര്യം പറ. എന്തു പറയാൻ? ഒന്നുമില്ലേ? ഇല്ലാതിരിക്കാം. ശക്തി, മാറ്. നീ കൊറേ നേരെ എന്നെ വട്ട കളിപ്പിക്കുന്നു. ശക്തിയെ വിട്, ഞാൻ നിന്റെ സീനിയറാ. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അത് നീ അങ്ങ് അമ്പലത്തിൽ പോയി പറഞ്ഞാ മതി. മര്യാദക്ക് ചോദിച്ചാൽ നിനക്ക് ജാട അല്ലയോ? ശക്തി, നിന്റെ കൈയുടെ സ്ഥാനം ശരിയല്ല. വിട്. ഇല്ല, സീനിയോറിറ്റി ഒക്കെ നിന്റെ കൈ വെച്ചാ മതി. വെറുതെ ഉറങ്ങിക്കിടന്ന് എന്റെ വികാരത്തെ ഉണർത്തിയിട്ടിപ്പോ വിടാനോ? ഞാൻ ചുമ്മാ തമാശക്ക്. ഓ റിയലി? എന്നാ ഞാനത് സീരിയസ് ആയി എടുത്തു പോയല്ലോ ബേബി ബോയ്. ശക്തി, ഇതൊക്കെ ഭയങ്കര മോശാട്ടോ. ഞാൻ നിന്നേക്ക് 1 വയസ്സിന് മൂത്തതല്ലേ? അതിനിവിടെ പ്രസക്തിയില്ല. ശക്തി, ഇതൊന്നും ഇപ്പൊ അവരോട് പറയണ്ട. ഓക്കെ? ബേബി ബോയ്, ഷാൽ വി ഗോ ഫോർ എ ഡേറ്റ്? അതെ, കിസ് അടിച്ചെന്ന് വെച്ച് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആകാൻ പറഞ്ഞിട്ടില്ല. ഓ, അപ്പൊ കിസ് അടിച്ച ബോയ് ഫ്രണ്ട് ആകൂല? ഇല്ല. അപ്പൊ ഹസ്ബൻഡ് ആണോ? പോടാ. എന്നാ ഒന്നുകൂടെ ചോദിക്കുക, വിൽ യു ബി മൈൻ? എനിക്ക് ഉറക്കം വരുന്നു. ബൈ. പോയോ? അങ്ങനെ ഇവിടുന്ന് പടിയിറങ്ങുവല്ലേ? അതേടാ, നീയൊക്കെ എന്നെ മറക്കോ? ഹേയ്, നോ വേ. ആര് പറഞ്ഞാലും നന്ദു വെച്ചാനെ മറക്കൂല, അല്ലേടാ? ഓടാ. ശക്തി, നീ വന്ന്. എന്താ ഏട്ടാ? നീ പേടിക്കണ്ട, നിന്റെ ചെക്കൻ നിനക്കുള്ള തന്നെയാടാ. പിന്നെ എന്നോട് ക്രഷൊക്കെ ഉണ്ടെന്ന് അവന്മാര് ചുമ്മാ പറയണേ, ചുമ്മാ കളിയാക്കാനായിട്ട്. അത് സീരിയസ് ആയിട്ടൊന്നും അല്ല. അവനെ ഞാൻ എന്റെ അനിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ കാണുമ്പോഴുള്ള നിന്റെ ഈ പുച്ഛം മാറ്റണം. ഹേയ്, എനിക്കൊരു പ്രശ്നമില്ല ബ്രോ. അതാണ്. എന്നാ ഞാൻ പോയേക്കുവാ. ഇനി എന്താ പ്ലാൻ? എന്നെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയിലേക്കുള്ള പോക്കാണ്. ഒത്തു വന്നാ അത് സക്സസ് ആകും. അതിലെന്തോ ഇല്ലേ? എന്ത്? നീ ഒന്ന് ചുമ്മാ ഇരി എന്റെ നിർമ്മലെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നിർമ്മലെന്ന് വിളിക്കരുതെന്ന്. മൈ നെയിം ഇസ് നിർമ്മൽ. ഓക്കെ? നോട്ട് ഓക്കെ? എന്നാ ശരിയുടെ പിള്ളേരെ, എവിടെയെങ്കിലും വെച്ച് കാണാം.
ഹേയ്, എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ? എന്ത്? അല്ല, നമുക്കും വേണ്ടി ഒരു ജീവിതം. ഒന്ന് പോയാടാ. ഹേയ് നന്ദു, ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ. പോടതൊക്കെ ആദ്യം പോയി 2 അക്ഷരം പഠി, എന്നിട്ടല്ലേ കല്യാണം. കല്യാണമോ? നന്ദു, എന്ത്? അപ്പൊ ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്? കൊച്ചു കേരള എന്തോന്ന് പോയടാ. വായിന്ന് അറിയാതെ സ്ലിപ്പായതാ. ഇത് ഞാൻ വിശ്വസിക്കാനായിരിക്കും. ഡേയ്, എന്നെ പത്താ മുട്ടാൾ മാറ്റി തോണത്താ ചെറുതായി. இங்க பாரு செல்லம், இந்த சக்தியை யாருன்னு உனக்கு தெரியாது. நான் ஏதாவது ஒன்றை முடிவு செய்தா அதுக்கு எவ்வளவு தூரம் செல்வேன்னு உனக்கு தெரியாது. புரிஞ்சுதா? പുരിഞ്ചിത്. ഗുഡ് ബോയ്. എന്തോ ആടെ ഇത്. അത് കാര്യാക്കണ്ട, അവനെടുക്ക് തമിഴ് കയറി വരും. ഗംഗയും ഇങ്ങനെ തന്നെയാ. ഹേയ്, അത് അതുകൊണ്ടൊന്നും അല്ല. എനിക്കറിയാം. അവന്റെ അമ്മ വന്ന് മലയാളി, അപ്പം വന്ന് തമിഴാളി, ഇവൻ വന്ന് അരപ്പാളി. അതല്ലേ? ചിരിക്കെ. ഈ ഷൊണ്ണനെ കൊണ്ട് വല്ലാത്ത തൊല്ലയാണല്ലോ. നീ പറ. അവൻ പറഞ്ഞത് ശരിയാ. അവന്റെ അമ്മ മലയാളിയും അവന്റെ അച്ഛൻ തമിഴുമാണ്. പോരാത്തതിന് അവന്റെ വീട് കോയമ്പത്തൂർ പാലക്കാട് ബോർഡറിലാ. ഓ ഐ സി. യെസ്, ഐ ആം ഇൻ ദി സി. ഇനി നീ വാ തുറന്ന വായിക്കാത്ത ഞാൻ മണ്ണൂരിടും. അതില് നീ ഒന്നും എന്നെ ഡിസേർവ് ചെയ്യുന്നില്ലടാ തെണ്ടികളെ. അതൊക്കെ വിട്. അല്ല നന്ദു, നീ അവൻ എപ്പോഴാ ഓക്കെ പറയണേ? എന്തിനോക്കെ? മോനെ, കണ്ണടച്ച് പാല് കുടിച്ച ചിലപ്പോ ഈ മണ്ടന്മാർക്ക് മനസ്സിലാവില്ല. പക്ഷെ ആ കൂട്ടത്തിൽ നീ എന്നെ കൂട്ടണ്ട. നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേഗം പറഞ്ഞ് 2 സെറ്റാക്കാൻ നോക്ക്. വൈകും തോറും ദൈർഘ്യം കൂടുവെന്ന. ശക്തി. യെസ് ബേബി. ഐ തിങ്ക് യു തിങ്ക്. I think my answer is yes. Huh? Will you be mine? ശരിക്കും? ശരിക്കും? എന്താ? ഹേയ്, ഒന്നുമില്ല. ശക്തി, നീ എന്ത് ചെയ്യുന്നേ? ഹേയ്, ജസ്റ്റ് ചെക്കിങ്. ഇങ്ങനോ? വീട് ഇല്ലെങ്കിലും ശക്തി എനിക്ക് ഇക്രി എടുക്കണം. എന്നാ അത് മാറ്റിത്തരട്ടെ. നീ എന്ത് ഫോൺ വിളിച്ചിട്ട് എടുക്കാന്? അത് ഫോൺ സൈലന്റ് ആയിരിക്കും. അതാ. നിനക്ക് എന്ത് പറ്റി? നീ ഓക്കെ അല്ലേ? അതേടാ, ഞാൻ ഓക്കെയാ. ഞാൻ എന്നാ ക്ലാസ്സിൽ പോവാ. ബൈ. നീ പോവാണോ? ഞാൻ എന്നോട് കുറച്ചേരം സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ നീ പോവാ? നന്ദു, എനിക്കെന്തോ ഒരു തലവേദന പോലെ. ഞാൻ പോവാ, നമുക്ക് പിന്നെ സംസാരിക്കാം. നോക്കട്ടെ, ഒട്ടും വയ്യേ? ഡോക്ടറിനെ കാണിക്കണോ? വേണ്ടടാ, ഞാൻ ക്ലാസ്സിൽ പോവാ. ബൈ. ആരു? ശക്തിക്ക് എന്താ പറ്റിയേ? അറിഞ്ഞൂടടാ, ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ അവന്റെ അച്ഛനെന്തോ വയ്യെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോ അതിന്റെ ടെൻഷൻ ആയിരിക്കും. അച്ഛനെന്തോ പറ്റി? എടാ, അവന്റെ അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ്, കാർഡിയാക് സിൻകോം. ഓ, എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അതവൻ ഓക്കെ ആയിരിക്കില്ല, അതായിരിക്കും. ഇതായതിന് ശക്തി വന്നില്ലേ? ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എടാ, അത് പറയാനാ ഞാൻ വന്നേ. അവൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയെന്നോ? എന്തിന്? എന്നോട് പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് എന്തോ അവന്റെ അച്ഛന് വയ്യാണ്ടായിന്ന് കോള് വന്നു. അവൻ പെട്ടെന്ന് തന്നെ പോയി. നിന്നോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അയ്യോ, സീരിയസ് ആണോടാ? അറിയില്ലടാ, അവൻ തെളിയിച്ചൊന്നും പറഞ്ഞില്ല. അല്ലേലും ഈ 2 ദിവസമായിട്ട് അവൻ നമ്മളോടൊന്നും മര്യാദക്ക് മിണ്ടുന്നില്ലായിരുന്നല്ലോ. നന്ദു, നീ ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ്സിൽ പോവാം. വാ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എടാ, അവൻ കോള് വിളിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. മെസ്സേജെങ്കിലും അയച്ചൂടെ? അവൻ ഫോൺ എടുക്കാൻ ടൈം കിട്ടുന്നുണ്ടാവില്ല. എന്നെ എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? നന്ദു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. കുറച്ചു ദിവസം കഴിഞ്ഞ് അവനിങ്ങി വരും. ചിലപ്പോ അവന്റെ അച്ഛന് വല്ലോ. പോടാ. എടാ, അതിന് സാധ്യതയില്ലാണ്ടില്ല. അവൻ ഇത്ര ദിവസം ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കണേ. അങ്ങനൊന്നും ആവില്ല. വെറുതെ നെഗറ്റീവ് അടിക്കാതെ. അവന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് അവൻ വിളിച്ചോളും. നന്ദു, അവൻ തിരക്കിലായിരിക്കും. അതുകൊണ്ടാ. നീ ബേജാറാവാതെ.
നീയൊക്കെ അല്ലേ പറഞ്ഞേ 2 ദിവസം കഴിഞ്ഞ് അവനിങ്ങി വരും വിളിക്കുമെന്നൊക്കെ. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് അവന്റെ ഒരു വിവരവും ഇല്ല. എടാ അവൻ തിരക്കായിരിക്കും. മിണ്ടരുത്, ആ വാ തുറന്നാ നിന്നെ ഞാൻ ചുമരി കയറ്റും. നമ്മളെന്ത് ചെയ്യാനാ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി അവൻ തിരിച്ചു വിളിക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് നാട്ടിൽ പോകുന്നു. എന്ത്? അവന്റെ വീട്ടിലോട്ട്. എടാ അത് വേണോ? അത് തന്നെ. അപ്പൊ ക്ലാസ്? നീ കോളേജ് വന്നിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ടോ? ഇല്ലല്ലോ. വെറുതെ മുട്ടാനായും പറയാൻ നിക്കല്ലേ നിർമ്മലെ. നിങ്ങൾ വരുന്നില്ല വേണ്ട, ഞാൻ എന്തായാലും തീരുമാനിച്ചു. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോണ്ട. പോകുവാണെ നമ്മളെല്ലാം ഒരുമിച്ച് പോകും. അല്ല കൂസ്, അവന്റെ വീട് എവിടാണ്? മീനാക്ഷിപുരം. കണ്ടിട്ട് ഇതാണ് വീടെന്ന് തോന്നുന്നു. ഇതെന്താ വീട് മൊത്തം അലങ്കരിച്ചേക്കുന്നേ? ഇനി അവന്റെ അച്ഛനെങ്ങാനും. ഒന്ന് പോടാ, ഒരാൾ മരിച്ച കല്യാണ സെറ്റപ്പിലാണോ വീട് അലങ്കരിക്കുക? തമിഴ്നാട്ടുകാരൊക്കെ അങ്ങനെ ആയിരിക്കും. ദേവി ഇത് ഇവിടെ വെച്ച് നീ ഇനി വാ തുറക്കരുത്. ഒന്ന് അടങ്ങടേ, ആരോടെങ്കിലും ചോദിക്കാം. എക്സ്ക്യൂസ് മീ, എന്നാ വേണോ? നിനക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല, എനിക്കുമില്ല. ഒന്നും വേണ്ടെന്നാ. ഇവൻ അല്ല അണ്ണാ, ഇത് ശക്തിയുടെ ഊര്? ആമാ, ഇത് ശക്തിയുടെ ഊരുതാ. ശക്തി ഉങ്ങളെയും അലൈത്തായാ? എന്ത്? ശക്തി അലക്കുവാന്നോ? ഒരാഴ്ച അവൻ അലക്കുമായിരുന്നു തോന്നടാ. പാവം, നമ്മളെ അതുകൊണ്ടാ കോണ്ടാക്ട് ചെയ്യാറുന്നേ. ഒന്നും മിണ്ടാതിരിടാത്തണ്ടി. ഓ, നീങ്ക മലയാളീസാ? ആമാ, നാങ്ക മലയാളീസാ. ഓ സോറി, എനിക്ക് മലയാളം കൊഞ്ചം തെരിയും. ഞാൻ ചോദിച്ചത് നിങ്ങളെയും ശക്തി വിളിച്ചായിരുന്നു എന്നാ. ഇല്ല. അല്ല, എന്താ വിശേഷിച്ച്? അപ്പോ നിങ്ങളൊന്നും അറിയാതെയാണോ വന്നേ? കവലപ്പെടാതെ, നീക്ക് എല്ലാരും വന്നதுக்கு ரொம்ப நன்றி. നാളെ ശക്തിയുടെ കല്യാണം താ. ഇത് ഊருக்கு ரொம்ப பெரிய ആഘോഷം. அதுதான் இங்க நடக்கிறது. എന്ത് കല്യാണമോ? ആമാ. நீங்க எல்லா ശക്തിയുടെ ഫ്രണ്ട്സ് தானே? அப்போ நீங்களும் ഞങ്ങൾക്ക് വിരുന്നിനാർത്താ. ശക്തി എങ്ക ഇருக்கு? റൂമിൽ ഇരിക്കും. ചാടിത്തുള്ളി ആ ചെക്കന്റെ പോക്ക്. ഈ പോക്കിന് ചിലപ്പോ ശക്തി വടിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് വാടാ. നന്ദു, നീ എന്താ ഇവിടെ? ഓ, മണവാളനാകാനുള്ള ഒരുക്കത്തിലായിരുന്നു തമ്പുരാൻ. ശക്തി, ഇത് യാര്? എതുക്ക് ഇവൻ തിമിരാ പേசுற? അതൊന്നുമില്ലക്ക, നീങ്ക പോങ്ക. നന്ദു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അപ്പൊ ഞാൻ വന്നതാണ് കുറ്റം അല്ലേ? നന്ദു, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. നീ ഇനി മിണ്ടരുത്. ഇവന്മാരെ വാക്കേട്ട് ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അറിയാതെ പോയേനെ. എന്നാലും നീ ഈ പരിപാടി കാണിക്കുന്ന ഞങ്ങൾ ഓർത്തില്ലടാ. ഒന്നിലും ഇവനൊരു പിഞ്ചു മനസ്സാന്ന് നീ ഓർക്കണമായിരുന്നു. എടാ, ഞാൻ പറയട്ടെ. നീ ഇനി ഒന്നും പറയണ്ട. ഇന്നിവിടെ വന്നില്ലായിരുന്നേ ഒരു സദ്യ മിസ്സായേനെ. നിങ്ങളെല്ലാം ഒന്ന് നിർത്തിക്കേ. അവന് പറയാനൊരു അവസരം കൊടുക്ക്. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ തോക്കിക്കയറി വെടിവെക്കല്ലേ. അത് തന്നെ. എന്തത് തന്നെ? ആരു ഇതിക്കുള്ള എന്ത് മനസ്സിലാക്കാനാ? ഒരാഴ്ച മനുഷ്യനൊന്നും മനസ്സമാധാനത്തോടെ ഇരുന്നിട്ട് ഇപ്പൊ വിളിക്കും നാളെ വിളിക്കുന്നോർത്ത് കാത്തിരുന്നപ്പോ നിങ്ങളെല്ലാം എന്താ പറഞ്ഞേ? അവന്റെ അച്ഛന് വയ്യാത്തോണ്ട് അവൻ തിരക്കിലായിരിക്കുന്നു. ഇപ്പൊ കണ്ടല്ലോ അവന്റെ തിരക്ക്. ശരിയാ, ഒരു കല്യാണം വളരെ തിരക്കുള്ള പരിപാടിയാ.
നിന്നെ കുറ്റം പറയാൻ പറ്റില്ല ശക്തി. നന്ദുവിന്റെ കൈ ഫോണില്ലായിരുന്നു, അമ്മ വാങ്ങി വെച്ചേക്ക, അതാ ഞാൻ കോണ്ടാക്ട് ചെയ്യാതിരുന്നെ. പിന്നെ ഈ കല്യാണം അതെന്റെ സമ്മതപ്രകാരം അല്ല. എന്റെ ചേച്ചിക്ക് ഇവരെല്ലാം കൂടി ഒരു കല്യാണം നിശ്ചയിച്ചു. പക്ഷെ അവൾ ആരുടെ കൂടെ ഒളിച്ചോടി പോയി. അവൾക്കൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള കാര്യം എനിക്കറിയായിരുന്നു. പക്ഷെ അത് ആരാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തപ്പിക്കണ്ടുപിടിക്കലും നടക്കൂല. പിന്നെ എന്റെ അമ്മ, അച്ഛൻ വയ്യാത്തോണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും എന്റെ അമ്മയാ. ഇവിടെ എല്ലാവർക്കും എന്റെ അമ്മയുടെ വാക്ക് അവസാന വാക്ക്. അത് എതിർക്കാൻ ആരും മുതിരില്ല. ഓ, അപ്പൊ നിന്റെ അമ്മ ഗുണ്ടിയാണല്ലേ? എന്ത്? അല്ല, റൗഡി എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. നിർമ്മലെ ഷട്ട് യുവർ മൗത്ത്. ചേച്ചി പോയ എന്റെ മാനക്കേട് മാറ്റാൻ അതിനു പകരമായി എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. നിനക്ക് നിന്റെ അമ്മയോട് കാര്യം പറഞ്ഞൂടെ? താല്പര്യമില്ലെന്നും ഇഷ്ടമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. അമ്മ കേൾക്കണ്ടേ? കല്യാണം കഴിഞ്ഞ് ഇഷ്ടമാകുമെന്നും അമ്മ പറയണേ. നിനക്കെന്നാ നമ്മുടെ കാര്യം പറഞ്ഞൂടെ? എടാ, അതിനുള്ള ധൈര്യം എനിക്കില്ലടാ. ധൈര്യം ഇല്ലെങ്കിൽ പ്രേമിക്കാൻ നിൽക്കരുത്. എന്റെ അടുത്ത് കാണിക്കുന്ന ചങ്കൂറ്റം എന്തേ ഇല്ലാണ്ട് പോയോ? ഞാൻ നിന്റെ കാര്യം പറഞ്ഞ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ നിനക്ക് വേണ്ടി ഞാൻ വാശി പിടിക്കും. അവര് പിന്നെ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാ ഞാൻ നിന്നെ എക്സ്പോസ് ചെയ്യാൻ മടിക്കുന്നേ. അച്ചടാ, കെയറിങ് ഏട്ടായി. എടാ, ഇങ്ങനെ പേടിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ നാളെ കഴിഞ്ഞാ വന്നെങ്കി നീ അവളെ കെട്ടുമായിരുന്നോ? അത് കൊള്ളാം. നിന്നെയാണല്ലോ ഞാൻ വിശ്വസിച്ചെന്ന് ഓർക്കുമ്പോഴാ. അല്ലടാ, ഈ കയറെന്തിനാ? അത് ശക്തി, അതാണെന്ന് മാത്രം നീ പറയരുത്. അത് പിന്നെ നന്ദു ഒരു കയ്യബദ്ധം. എടാ പട്ടി, നന്ദു അടിക്കല്ലേ, വേദനിക്കുന്നു. വേദനിക്കാനല്ലാതെ തലോടെ ആരെങ്കിലും തലോടെ തെണ്ടി കൊല്ലും ഞാൻ നിന്നെ. എന്തോ ആക്ടിങ് ആക്ടിങ്. എന്ത്? അതെടാ, ആക്ടിങ് ചെയ്യാനാ ഞാൻ കരുതിയേ, റിയൽ അല്ലടാ. അതെ, ആരേലും എന്താ സംഭവം എന്ന് പറഞ്ഞു തരൂ. നീ എന്തിന് ഇവനെ അടിക്കണേ? എടാ മണ്ട, ഇവൻ കയറെടുത്ത് ചാവാനായിരുന്നു. ആത്മഹത്യോ? ശിവ ശിവ, എന്തീ കേൾക്കണേ? നിനക്ക് അത്രയ്ക്കുള്ള ധൈര്യം ഉണ്ടോ? എടാ, മരിക്കാനല്ല, മരിക്കാന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കാനായിരുന്നു എന്റെ പ്ലാൻ. അതാണ് നിങ്ങൾ വന്നപ്പോ ഞാനും ഒക്കെ കൂടെ റൂമിലിരുന്ന് പ്ലാൻ ചെയ്തേ. അല്ലാതെ റിയലായി മരിക്കാനാണ് ഞാനെങ്ങനെയാടാ നിന്റെ കൂടെ ജീവിക്കുക? സോ സ്വീറ്റ് ഏട്ടായി. അതെ നന്ദു, ജീവിക്കാൻ വേണ്ടി അവൻ മരിക്കാൻ വരെ തയ്യാറാണ്. അതെ. അത് വിട്, ഇനി പ്ലാനൊന്നും വേണ്ട. അമ്മയോട് നേരിട്ട് എന്ന് കാര്യം പറയാം. എന്തായാലും ഇത് പറയേണ്ട വിഷയം തന്നെയാണല്ലോ. അതൊക്കെ, പക്ഷെ ഒരു ദിവസം കൊണ്ട് അമ്മ എങ്ങനെ കൺവിൻസ് ആക്കാനാ? അതെന്തായാലും നടപടിയാകൂല. നാളെയാണ് കല്യാണവും. നീ ആ പെണ്ണിനോട് കാര്യം പറഞ്ഞില്ലേ? അതെന്നെ കാണുമ്പോ തുടങ്ങും ഒലിപ്പീര്. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ആള് വിശ്വസിച്ചില്ല. ആളുടെ വീട് എവിടാ? അത് എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ രാത്രി ഒളിച്ചോടും. അത് ടാസ്കാണ്. ഈ വീട് വിട്ട് പുറത്തു പോകാൻ പോലും അവര് സമ്മതിക്കൂല. പെട്ടെന്ന് മുറി രണ്ടെന്നുള്ള ആൾക്കാരാ. റിസ്ക് എടുക്കണം. അതൊന്നും വേണ്ട. പിന്നെ വേറെ പ്ലാൻ പറ. ഒരു പ്ലാനും വേണ്ട, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എടാ നിക്ക്, ഇവനെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയെ? നീ അവരെന്തേലും പ്ലാൻ ചെയ്യുന്നുണ്ടാവോ? ആർക്കറിയാം ആ മുയലിന്റെ തലയിൽ എന്താണ് ഉദിച്ചതെന്ന്. എന്തായാലും വഴിയാധാരം ആകാതിരുന്നാ മതി. ശക്തി, ശക്തി. എന്നാ അമ്മ? ഇതാണോ അവന്റെ അമ്മ? കണ്ടിട്ടെന്ത് തോന്നുന്നു അവന്റെ അമ്മയായിട്ട്? എന്നാ മിണ്ടാതിരി. നീ ലക്ഷ്മിക്കിட்ட പോയി ஏதாவது சொன்னியா? இல்லம்மா, என்னாச்சு? நாளை முடிவு செய்த திருமணம் கேன்சல் பண்ணிட்டேன். உண்மையா? അത് നിജമാവാ അമ്മ? ആമാ. എന്താണ് ഈ പറയണേ? എടാ, കല്യാണം മുടങ്ങിന്ന്. ശരിക്കും? ഒന്ന് പതിയെ പറഞ്ഞ സന്തോഷിക്കടാ, അവര് നോക്കുന്നു. അമ്മ, அதுக்கு ரீசன் தெரியாது. அவள் இந்த திருமணத்துக்கு சம்மதம்னு சொன்ன. திடீரென்று அவளோட கணத்தை மாற்றுறது எனக்கு தெரியாது. அக்கா, இதுல அவளே அவளுடைய குடும்பத்தை அங்க வேண்டாம். நான் என்ன செய்தாலும் நான் உணரும் காயத்துக்கு அது எடு செய்யாது. அம்மா, ഞാനിപ്പോ വരാം. നന്ദു എന്തി? റൂമിലുണ്ട്. നന്ദു, എന്റെ കല്യാണം മുടങ്ങി. അടിപൊളി, അത് നന്നായല്ലോ. ഇനി പറ, എന്താ ചെയ്തേ? ഞാനെന്ത് ചെയ്യാൻ? നന്ദു, എനിക്കറിയാം ഇതിന്റെ പിന്നിൽ നീ ആയിരിക്കുമെന്ന്. പറ. അത് വേറൊന്നുമല്ല,
ഞാൻ അവളെ കണ്ട് കാര്യം പറഞ്ഞു, അവൾക്കത് മനസ്സിലായി. സോ കല്യാണത്തിന് പിന്മാറി. ഓ, അതെന്തായാലും നന്നായി. അല്ല, നീ എന്താ അവളോട് പറഞ്ഞേ? അത് പിന്നെ ഞാനും നീ ഇഷ്ടത്തിലാണെന്നു. നീ അവനെ കല്യാണം കഴിച്ച നിന്റെ ജീവിതം കുട്ടിച്ചോറാകുമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം അവള് വിശ്വസിച്ചില്ല. പിന്നെ വിശ്വസിക്കാനുള്ളതായ പ്രൂഫ് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് AI ജനറേറ്റ് ചെയ്ത ഒരു പിക്ക് അങ്ങ് കാണിച്ചു. പൊട്ടി. അത് വിശ്വസിച്ച്. ഹോ, ഈ AI കൊണ്ടുള്ളൊരു ഗുണവേ. അതെ. എല്ലാരും ഒന്ന് പുറത്തു പോയി. എനിക്ക് നന്ദുവിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. നടക്കട്ടെ. അയ്യേ, ഒന്ന് പോടാ. ഓ, ഞങ്ങൾക്കൊന്നും അറിയാത്ത പോലെ. ഓ, ഇങ്ങോട്ട് വാടാ വധൂരി. എന്താ നീ കാണിച്ച പിക്കൊന്ന് കാണിച്ചേ? അത് വേണമല്ലോ. കൊള്ളാലോ. നീ പറഞ്ഞത് ശരിയാ. നമ്മളെ റിലേഷനിലാന്ന് കാണിക്കാനുള്ള ഒരു പ്രൂഫ് ഇപ്പൊ തന്നെ AI ഉള്ളോണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അത് നമുക്കങ്ങ് റിയൽ ആക്കിയാലോ? ശക്തി വേണ്ട. വേണമല്ലോ. ശക്തി അങ്ങോട്ട് മാറിപ്പോടാ. നന്ദു അല്ലക്കൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനി എല്ലാത്തിനും ഒരു തീരുമാനമായിട്ട് മതി നിന്റെ കുന്തളിപ്പ്. ശക്തി, ദാ വിളിക്കുന്നു. ചെല്ല്. നീയും വാ. ഇത് യാറ്? ഇതെല്ലാം എൻ ഫ്രണ്ട്സ് അമ്മ. മലയാളീസാ? അമ്മ, ഞങ്ങ എല്ലാം മലയാളീസ് ആൻറ്റി. എന്താ നോക്കുന്നേ? എന്റെ തമിഴ് കൂടുതൽ നന്നായി പോയോ? വല്ലാണ്ട്. എനിക്ക് വയ്യ. അത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് മിണ്ടാതിരി. വന്നപ്പോ പരിചയപ്പെടാൻ പറ്റിയത്. ഇനിയും ടൈം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് അതിനുള്ള സമയമില്ല. എന്തൊരു അഹങ്കാരിയുടെ ഇത്തള്ള. അങ്ങനൊന്നും പറയാതെ. ഒന്നുമില്ലേലും അവന്റെ അമ്മയല്ലേ. അതെ, ഭദ്രകാളിയുടെ നോട്ടവും ഭൂതനയുടെ സ്വഭാവവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ. ബെസ്റ്റ്. ഇപ്പൊ നിന്നെ വിളിപ്പിച്ചത് കല്യാണം മുടങ്ങിയോണ്ട് നീ സങ്കടത്തിലാന്നറിയാം. ആർക്ക് സങ്കടം? അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ നിന്റെ കല്യാണം വേറൊരാളുമായി നടത്തും. അതിനുള്ള ആളെയൊക്കെ എനിക്ക് കിട്ടി. ഇതിനും മാത്രം പെണ്ണുങ്ങളെ ഇവർക്ക് എവിടുന്നാടാ? ഒരെണ്ണം എനിക്കിവിടെ തരാൻ പറയടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവല്ലോ. ശാപം. അമ്മ, അത് എന്താ, നിനക്ക് ഓക്കെ അല്ലേ? അതമ്മ, അവൻ ഓക്കെ അല്ല. നന്ദു, നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്നായാലും പറയണം. അതിന്നായിക്കൂടെ? അപ്പൊ ഇന്ന് നമ്മുടെ ശവടക്കാണ് വളിയ. മിക്കവാറും അവന്മാരെല്ലാം കൂടി ചുമരിക്കേറ്റുന്നാ തോന്നണേ. നീ സൂക്ഷിച്ചു. അവന്മാരുടെ കൈകൊണ്ട് വെറുതെ ഒന്ന് ഞെവിടിയാ തന്നെ നീ തീർന്നു. നമുക്കിറങ്ങി ഓടിയാലും അവന്മാരെ ഓടിച്ചിട്ട് പിടിക്കണ്ട. അപ്പോ നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? നമ്മളൊന്നും ചെയ്യണ്ട, അവർ ചെയ്തു പൊയ്ക്കോളും. അവൻ ഓക്കെ അല്ലെന്ന് പറയാൻ നീ ആരാ? അവന്റെ വേറൊരു ഫ്രണ്ട്. ഞാൻ അവന്റെ ബോയ് ഫ്രണ്ടാ. തീർന്ന് എല്ലാം പോച്ച്. ബാഗ് പാക്ക് ചെയ്യട്ടെ? എന്തിന്? ചാകുമ്പോ അതൊന്നും സ്വർഗത്തിൽ കയറ്റൂല, നരകത്തിൽ കയറ്റുമായിരിക്കുമല്ലോ. ത്രികോണത്തിൽ ഞാൻ തുപ്പട്ടായി മിണ്ടാതിരുന്നു. നീ എന്താ പറഞ്ഞ്? അമ്മ, അത് നീ ഒന്നും മിണ്ടാതിരു ശക്തി. ഞാൻ അവന്റെ ബോയ് ഫ്രണ്ടാണ്. ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തില. ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹം. നീ ഒന്ന് അടങ്ങിയിരി. നിന്റെ ചങ്കൂറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ മകനില്ലാത്ത ധൈര്യം നിനക്ക്. അതിന് ഞാൻ നിന്നെ പ്രശംസിക്കുന്നു. ഇനി ശക്തി, ഇവൻ പറഞ്ഞതെല്ലാം ശരിയാണോ? അതമ്മ, എനിക്കിവനെ ഇഷ്ടമാണ്. ഇവൻ എന്നെ. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എതിർത്താലും ഇവനെ അമ്മ ഒന്നും ചെയ്യരുത്. നീ എന്നെ ഇങ്ങനെയാണോ കരുതി വെച്ചേക്കുന്നേ? ഞാൻ അത്രയ്ക്ക് ദുഷ്ടൊന്നുമല്ല. നിന്റെ പാർട്ട്ണർ ഒരു ധൈര്യശാലിയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളതും ആകണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ആ ഗുണങ്ങളെല്ലാം ഇവനുണ്ട്. പിന്നെ ഇവനൊരു ആണാണ്. അതെ അക്ക, അതെപ്പിടി? പക്ഷെ അതും എനിക്കൊരു വിഷയമല്ല.
അത്യാവശ്യം മോഡേൺ ചിന്താഗതിയുള്ള ഒരമ്മയാണ് ഞാൻ. അത് പൊളിച്ച്. വെറുതെ പേടിച്ചൊരു തുള്ളി മൂത്രം പോയി. വൃത്തികേട്. നിങ്ങളൊക്കെ പേടിച്ച പനിനീറാണല്ലോ പോണെ. ശവം. അതൊക്കെ പോട്ടെ, നീ ഞങ്ങളുടെ കൂട്ടരാണോ? ഏത് കൂട്ടമാണോന്നാ? എനിക്ക് അയൽക്കൂട്ടം മാത്രമേ അറിയാം. അതിന് ഇവൻ എങ്ങനെ ഉണ്ടാകാനാ? എടാ, എനിക്ക് തോന്നുന്നു കാസ്റ്റാണോ ചോദിക്കണേന്ന്. ഇവര് അത് അല്ലമ്മ. അപ്പൊ ഈ കല്യാണം നടക്കില്ല? ഭയങ്കര മോഡേൺ അമ്മയായിപ്പോയി. അമ്മ പ്ലീസ്. നടക്കില്ല ശക്തി. നിനക്കറിയാവുന്നതല്ലേ ഇവിടുത്തെ ചിട്ടകള്. നമ്മുടെ കൂട്ടരാണെങ്കിൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തെ സമ്മതിക്കൂ. അമ്മ, എനിക്ക് ഒരേ കാര്യം ആവർത്തിക്കുന്നത് ഇഷ്ടമല്ല ശക്തി. ടീറക്സിന്റെ ഒച്ചയാ തള്ളക്ക് ചെവി അടിച്ചു പോയി. 2 ദിവസത്തിന് ശേഷം ഞാൻ തീരുമാനിച്ച കല്യാണം നടക്കും. നിങ്ങൾക്ക് വേണേ നിൽക്കാം, ഇല്ലേ പോകാം. ഇവിടെ ആരെയും ചാടിച്ചു കൊണ്ടുപോകാന്നോ ഇറങ്ങിപ്പോകാന്നൊന്നും ഓർക്കണ്ട. ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ ആരാണ് നോക്കണേ? ആ പ്രത്യേകത കൂടെ അവർക്കുണ്ട്. എടാ, നമ്മളിനി എന്തു ചെയ്യൂടാ? ഇതിനെല്ലാം കാരണം എന്റെ ചേച്ചിയാ. അവളെ ഉണ്ടല്ലോ, സത്യം ദൈവമേ, നിന്റെ ചേച്ചിയെ കെട്ടി ഏത് മച്ചിങ്ങാമോറനാണേലും അവന്റെ തലയിൽ ഇടുത്തി വീഴണേ. എടാ മഹാഭാവി, അതെന്റെ അളിയനാടാ. അന്നാലും ഞാൻ പ്രാകും. ഞാൻ എന്റെ അപ്പനെ വരെ പ്രാഗിയിട്ടുണ്ട്. അപ്പോഴേ ചുമ്മാതല്ലടാ നാറി, നീ കുടം പിടിക്കാതെ. കൂട്ടിന് നിങ്ങളും ഉള്ളോണ്ട് കുഴപ്പമില്ല. ഒന്ന് നിർത്ത്. എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുക. അതോ ഓൾറെഡി ഉള്ളതല്ലേ, ഇനി എന്തോന്ന് പിടിക്കാന്? ഞാൻ ഇനി മിണ്ടാതിരുന്നോളാം. അതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. എങ്ങനെയാലും ഇവിടുന്ന് മുങ്ങണം. അവര് പറഞ്ഞു കേട്ടില്ലേ, മുങ്ങാൻ പ്ലാനിട്ട് ഒരുത്തരെ വെച്ചേക്കില്ലെന്നാ ഉദ്ദേശിച്ചേ. വേണേ 2 ദിവസം കഴിഞ്ഞ് നടത്താനിരുന്ന കല്യാണം അവര് നാളെ ആക്കും. അത് ശരിയാ. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് പോകാൻ പറ്റണം. അതെങ്ങനെ പറ്റാൻ? എല്ലാവരുടെയും ശ്രദ്ധ എങ്ങനെ മാറ്റാനാ? നമുക്ക് ഈ വീടിന് തീയിട്ടാലും ഇവനെ ആരേലും ഒന്ന് കൊന്നതാ. എന്ത് നല്ല ഐഡിയ അല്ലേ? അല്ല, ഇതുവരെ നിന്റെ അച്ഛനെ കണ്ടില്ലല്ലോ. അച്ഛൻ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല, ഹെഡ് പേഷ്യന്റ് ആയതുകൊണ്ട്. അച്ഛന് വയ്യ, സീരിയസ് ആണെന്ന പേരില്ല എന്നെ ഇവിടെ വരുത്തിയെ. വന്നപ്പോ അച്ഛൻ പയറുപോലെ എഴുന്നേറ്റ് നടക്കുന്നു. എന്നെ പെടുത്തിയതാ. എന്നാ എല്ലാരും പോയി കിടക്ക്. സമയം ഒരുപാടായില്ലേ. ഇനി നാളെ പ്ലാൻ ചെയ്യാം. അതെ, എങ്ങോട്ടാ? അല്ല, കിടക്കാൻ. കിടക്കാൻ ഇങ്ങോട്ടേക്ക്. ആരു? അവൻ എന്റെ കൂടെ കിടന്നോളും. എന്റെ റൂമില് ഡബിൾ ബെഡ് ആണെങ്കിൽ നീ വിശാലായി കിടന്നു. ഇന്ന് ഇവൻ ഞങ്ങളുടെ കൂടെ കിടന്നോളൂ, അല്ലേടാ? അതെന്നെ പരിപാടിയാടാ. അതാണ് ഇവിടുത്തെ സമ്പ്രദായം. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച ചിലപ്പോ അടിനാശവും വെള്ളപ്പൊക്കവും ആയിരിക്കും. അയ്യേ, എന്ത്? ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചേ. എന്നാ ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചേ. റൂമിന്ന് സൗണ്ട് വന്നാ താഴെയുള്ള നിന്റെ അമ്മയുടെ കുരുപൊട്ടും. അതുകൊണ്ട് വേണ്ട. എടാ, ഞാൻ അത്രക്കാരൻ നെഹിഹേ. ഇവനല്ലായിരിക്കും, പക്ഷെ നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. ആരു? കുരു? പോയി കിടക്കടാ. അപ്പൊ ഇന്നത്തെ നൈറ്റും മോഞ്ചി. അളിയാ, മോഞ്ചുന്നതൊന്നും നിനക്ക് പുതുമയുള്ള കാര്യമല്ലല്ലോ. സോ എൻജോയ്. ഓടാ നാറി. ഇനി ബാ മോനെ ബാ. വേണ്ടായിരുന്നു. അക്ക എന്താ പറ്റിയേ? എന്താ പറ്റിയേ? അച്ഛൻ തലറിഞ്ഞ് സ്റ്റെപ്പിന്ന് താഴെ വീണു. ഒരുപാട് ബ്ലഡ് പൊക്കോണ്ടിരിക്കുക. കടവുളെ, വേഗം വണ്ടി എടുക്ക്.
അതെ, ആളുടെ കാര്യം കുറച്ച് സീരിയസ് ആണ്. കുറെ ബ്ലഡ് പോയിട്ടുണ്ട്. AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ സംഘടിപ്പിക്കേ, വേഗം വേണം. AB നെഗറ്റീവ് നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഇല്ല. എന്റെ AB നെഗറ്റീവാ. കടവുളെ ரொம்ப നന്ദി. എന്നാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ലാബിലേക്ക് വന്നോളൂ. നിക്ക്, നീ ബ്ലഡ് കൊടുക്കണ്ട. മോനെ, അമ്മ, ഇവൻ നമ്മുടെ കൂട്ടരല്ലല്ലോ, പിന്നെങ്ങനെയാ അവൻ ബ്ലഡ് കൊടുത്താ ശരിയാവൂല. മോനെ, നമ്മുടെ അച്ഛൻ. അച്ഛന് നമ്മുടെ കൂട്ടരല്ലാത്തൊരാളുടെ രക്തം കൊടുത്താ എങ്ങനെയാ? അത് നമ്മുടെ കുടുംബ മഹിമയ്ക്ക് ചേരുന്നതല്ലല്ലോ. മോനെ, അമ്മ നേരത്തെ എന്നോട് പറഞ്ഞത് തന്നെയാ ഞാനിപ്പോ പറഞ്ഞുള്ളൂ. അതെ, വേഗം വേണം. മോനെ നന്ദൻ, ഈ അമ്മയോട് ക്ഷമിക്ക്. അമ്മയ്ക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ വളർന്നു വന്ന സമ്പ്രദായം അങ്ങനെയാ, അതുകൊണ്ടാ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. അച്ഛന് സുഖമായ ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം, പ്ലീസ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്ര കാലം ജീവിച്ചത്. സമ്പ്രദായത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ ഭർത്താവ്. പ്ലീസ് മോനെ. ഹേയ് ആന്റി, എനിക്ക് ഓക്കെയാണ്. ആന്റി സമാധാനപ്പെട്, അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. പാവല്ലേ? അതെ, അവരൊരു അയ്യോഭാവം കേസായിരുന്നടാ. കാണുന്ന ഗൗരവേ ഉള്ളായിരുന്നു. നിനക്കെന്താ പറ്റിയേ? അത് പിന്നെ എന്താടാ നിനക്കൊരു കള്ള ലക്ഷണം? അത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്താടാ? അവന്റെ അച്ഛൻ തലറിങ്ങി വീണതല്ല, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച്, എന്നിട്ട് പുള്ളി പേടിച്ച് താഴെ വീണ്. എടാ സാമദ്രോഹി, എടാ ഇത്ര സീരിയസ് ആകുമെന്ന് ഞാൻ കരുതിയില്ല. ജസ്റ്റ് ഒന്ന് ബോധം കെട്ടാൻ മതിയെന്ന് ഓർത്തിട്ട് പുള്ളിയെ ബോധം കെടുത്തിട്ട് നീ എന്നെ കാണിക്കാനാണോ ദ്രോഹി? എടാ നിങ്ങളല്ലേ പറഞ്ഞേ വീട്ടിൽ നിന്ന് ചാടാൻ ഒരു ഗ്യാപ്പ് കിട്ടണം. പുള്ളി സൈഡായ എല്ലാവരുടെ ശ്രദ്ധ അവിടെ ആയിരിക്കുമല്ലോ, അതാ ഞാൻ അങ്ങനെ ചെയ്തത്. തമ്പുരാനാണ്, ഞാൻ ആശുപത്രി വരെ എത്തുന്ന പരിപാടി ആക്കുമെന്ന് കരുതിയില്ല. പൊട്ടൻ, അങ്ങേരെങ്ങാനും ചത്തുപോയിരുന്നല്ലോ കുഴിച്ചിട്ടേനെ. അല്ലാതെ ഉപ്പിലിടാൻ പറ്റില്ലല്ലോ. ഇതെങ്ങാനും അവരറിയണം, നിന്നെ ഒരു വെട്ടി മൂടും. പറയല്ലേടാ, നീയും പറയല്ലേ. പറഞ്ഞിട്ടെന്തിനാ ഞങ്ങളെ കൂടെ കൊലക്കി കൊടുക്കാനോ? അതെ, ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. പിന്നൊരു കാര്യം, ഇവനൊരു കണക്കിന് ചെയ്തത് നല്ല കാര്യമാണ്. അതുകൊണ്ട് അവരുടെ കാര്യം സെറ്റായല്ലോ. അത് ശരിയാ. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ ഒന്നും പറയുന്നില്ല. അല്ലേലും എന്റെ പ്ലാനൊന്നും തെറ്റാറില്ല. ഇത് മിണ്ടാതിരുന്നോണോ വാത്തൂരി? പേടിക്കണ്ട, വാർഡിലേക്ക് മാറ്റിയില്ലേ. ഇപ്പൊ ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ല, ധൈര്യമായി. മോനെ, നിന്നോട് എങ്ങനെ നന്ദി പറയണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹേയ്, അതൊന്നും വേണ്ട ആന്റി. ആന്റി അല്ല, അമ്മ. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് ഉടനെ തന്നെ ഇവിടെ വരാൻ പറയൂ. നിങ്ങളുടെ കല്യാണം ഉടനെ നടത്തണം. അമ്മ, ഞങ്ങളുടെ പഠിത്തം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞു പഠിക്കാലോ. അച്ഛന്റെ വലിയ ആഗ്രഹമാണ് 2 മക്കളുടെയും കല്യാണം കണ്ട് കണ്ണടക്കണോന്ന്. അദ്ദേഹം ഇനി എത്ര നാളുണ്ടെന്ന് വെച്ചിട്ടാ. മൂത്തതിന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ അവൾ ഒളിച്ചോടിപ്പോയി, അതും ഒരു ക്രിസ്ത്യാനി ചെക്കന്റെ കൂടെ. കഴിഞ്ഞത് കഴിഞ്ഞു. നിന്റെ കല്യാണത്തിന് അവളെ കൂടെ വിളിക്കണം. നിന്റെ കല്യാണം ഒരാഘോഷമായി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ നിങ്ങളും ഉണ്ടാകണം എല്ലാത്തിനും. അത് പിന്നെ പറയാനുണ്ടോ?
எல்லாரும் வந்துட்டியா? வாங்க வாங்க. இது என்னம்மா ஒரு புதிய பேஷன்? ஒரு ஆம்பளை இன்னொரு ஆம்பளை திருமணம் செய்தா ஐயோ ஒன்னும் நடக்காது. அது அது வந்து அக்கா, இப்ப நீங்க பேசுறது இன்னொரு பிரச்சனை இல்ல. என்ன மீண்டும் சொல்லாத, അത് உங்களுக்கு നല്ലതായി വരാതെ. പുരിഞ്ചതാ? വീണ്ടും ഇങ്ങനെ കഞ്ഞി വർത്താനം പറഞ്ഞ തെക്കോട്ടെടുക്കുമെന്നാണ് തലൈവ് ഉദ്ദേശിച്ച്. മനസ്സിലായോ? ആരടാ നീ? അത് വേണ്ട അത് വേണ്ട. ചോദ്യം ഉത്തരവൊക്കെ അങ്ങോട്ട് മതി, ഇങ്ങോട്ട് വേണ്ട. അല്ലേ അക്ക, അവരെന്തേ? അവരമ്പലത്തിൽ തൊഴാൻ പോയേക്ക, ഇപ്പൊ വരും. ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் மெல்ல நாணம் கொண்டாளே முல்லை കമഴ്வது പോലെ. അച്ഛാ, ഇന്ന് എന്റെ മോനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട്. അച്ഛന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. എക്സ്ക്യൂസ് മീ, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? दो रास्ते दो वतन हम है राही प्यार के, हम दोनों दुल्हा दुल्हन, हम पंछी एक डाल के. ഓ മൈ ഗോഡ്. നിർമ്മലയെ കണ്ണ് ചിമ്മ. എടാ, ആരാടാ ഹാൻസം പോയി? ഏത്, ആ വെയിറ്ററോ? അതല്ല, അതിന്റെ അടുത്ത് നിക്കണേ. ഇത് യാരടാ? ഏത്? ദോ ആ നിക്കണേ. അതെന്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ്. നിന്റെ ചേച്ചി എവിടെയും വന്നോ? ആ വന്നെന്ന് അമ്മ പറഞ്ഞു. അവരൊന്ന് ചെന്ന് കാണാൻ പോകുമായിരുന്നു. അപ്പഴാ നീ വിളിച്ചേ. എന്നാ ഞങ്ങളും വരുന്നു. അപ്പൊ എന്റെ ചെക്കൻ അങ്ങനെ എങ്ങോട്ടും ഓടിപ്പോകൂല. നീ ഇങ്ങോട്ട് വാ. ഡാ, പോയി നിന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി വാ. ശരി അമ്മേ. ചേച്ചി, അനിയൻകുട്ടാ, എന്നാലും നീ എനിക്ക് വലിയൊരു പണിയാ തന്ന്. സോറിടാ. അതെന്തായാലും ഒരു കണക്കിന് നന്നായി. ചേച്ചി, ഇതാണ് എന്റെ ചെക്കൻ. അച്ചടാ, ക്യൂട്ട് ചെക്കൻ. എങ്ങനാടാ നീ ഈ പൊട്ടന് വീണത്? ചേച്ചി, അല്ല അളിയനെന്തീ? ആ ദാ വരുന്നു. ഇച്ചായ, എടാ മക്കളെ, നിങ്ങളെന്താടാ ഇവിടെ? തമ്പുരാനെ, അപ്പൊ ഞാൻ ഇങ്ങനെയാണോ പ്രാഗിയത്? ഇച്ചയ്ക്ക് വരെ നേരത്തെ അറിയോ? പിന്നെ എന്റെ ജൂനിയേഴ്സ് അല്ലേ? ഇതെന്താ നീനാ? എടാ ശക്തിക്കുട്ട, അറിഞ്ഞില്ലല്ലോടാ. അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനുള്ള പ്ലാന്? ഇഹിഹി, ഒരു കയ്യെടുത്ത്. എടാ പിള്ളേരെ, വേഗം വരാൻ നോക്ക്, മുഹൂർത്തത്തിന് സമയമായി. ഹാ അമ്മ.
നമുക്കും വേണ്ടി ഒരു കല്യാണം. എന്ത്? അല്ല, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഓ അങ്ങനെ. എത്ര വയസ്സുണ്ട്? 31 ആകാറായി. ഓ, എനിക്ക് ഈ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. സോറി ചേട്ടാ, ബുദ്ധിസ്ഥിരതയില്ലാത്ത കുട്ടിയാ, ഒന്നും തോന്നല്ലേ. ബുദ്ധിസ്ഥിരതയില്ലാത്ത എന്റെ പെണ്ണുമ്പള കിടന്നാറി. നീ കല്യാണ ദിവസം തന്നെ അടി വാങ്ങി തരുമോ? പോടാ, കൂടെ നടന്ന എല്ലാവർക്കും സെറ്റായി, ഞാൻ മാത്രം ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ളൂ. എനിക്കും വേണ്ടി ഒരു ജീവിതം. എടാ, അതൊക്കെ ശരിയാ, പക്ഷെ പുള്ളിക്കും ഇല്ലേ സങ്കല്പങ്ങൾ? പോടാ മച്ചിഞ്ഞ മോറ. ചുമ്മാതല്ല, നിനക്ക് ഈ കശുവണ്ടി തലേനെ കിട്ടിയ നിനക്ക് അങ്ങനെ തന്നെ വേണം. നന്ദു, അങ്ങനെ നമ്മുടെ കെട്ട് കഴിഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഷടപടേന്നായിരുന്നു. അതെ, നിന്നെ കണ്ടപ്പോ പോലും ഞാൻ കരുതിയില്ല നീ എന്റെ തലയിലാവൂന്ന്. എന്തായാലും ആയില്ലേ, ഇനി സഹിച്ചേ പറ്റൂ. വേറെ നിവർത്തിയില്ലല്ലോ. അല്ല, തന്റെ പേരെന്താ? എന്നോടാണോ? യെസ്, യുവർ സ്വീറ്റ് നെയിം പ്ലീസ്. ഓ മൈ ഗോഡ്, നിർമ്മൽ. നൈസ്. ബെസ്റ്റ്. കണ്ടപ്പോ കുറച്ച് ബുദ്ധിയുണ്ടെന്നാ കരുതി. ഇങ്ങേരും അവന്റെ റേഞ്ചാണ്. വന്നൂല്ലേ? ഇങ്ങോട്ട് ഇരുന്നോളൂ. അയ്യേ, നീ എന്തോ ഒരു മാതിരി 16 കഴിയാത്ത പാൽക്കാരൻ പയ്യനെ പോലെ. എന്നാ ഞാൻ പോണു. എനിക്കിതൊന്ന് കണ്ടോണ്ട് നിക്കാൻ വയ്യേ. പോവല്ലേ, ഞാൻ ചുമ്മാ ഒരു ആംബിയൻസ് വരാൻ വേണ്ടി ചെയ്തതല്ലേ. ഏത് ഈ മോണോആക്ട് കാണിച്ചത്? പോടാ. അല്ല, പാലെന്തിയേ? നീ രാത്രി പാല് കുടിക്കോ? എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നേ കൊണ്ടുവന്നേനെ. ഇതൊക്കെ പറഞ്ഞായിരുന്നോ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, പാലൊക്കെ പതിവല്ലേ കുട്ടാ? ഓ അങ്ങനെ. പാലില്ലേലും കുഴപ്പമില്ല, എനിക്ക് പാനീയം കിട്ടാത്ത പൈപ്പിൽ നിന്ന് കുടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതേത് പൈപ്പ്? അയ്യേ വൃത്തികെട്ടവൻ, ഇതൊക്കെ ഒരു വൃത്തികേടാണ് കുട്ടാ. നീ വന്നേ, ഒന്ന് പോടാ. നന്ദു, ആദ്യം പഠിത്തം, എന്നിട്ട് മതി കണ്ടുപിടുത്തം. അതങ്ങനെ ശരിയാകുക? നമ്മുടെ സ്റ്റഡീസ് ഒക്കെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, അതൊക്കെ ഒന്ന് തീരട്ടെ. അതിനിപ്പോ ഞാൻ നിനക്കിപ്പോ ഓക്കെ മോളിയ. ചിലപ്പോ എനിക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഒരു കിസ്സടിക്കാവോ? അത് വേണേ സമ്മതിക്കാം. ശക്തി, കിസിന്റെ ആഘാതം കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ടല്ല ബേബി. എന്നാ ഇനിയും നിനക്ക് വോയിസ് ഇല്ല. ഞാൻ എന്റെ പീക്ക് ലെവലിലാ നിക്കണേ. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറയല്ലേ. പറഞ്ഞാലും ഞാൻ കേൾക്കൂല. അപ്പൊ നമ്മുടെ തീരുമാനം? അത് വെറും പച്ചളികൾ. അതെന്തോ ഈ പാതിരാത്രി ഇത്രയും നല്ല മൂഡില് ഇതിന്റെ അർത്ഥം നിനക്ക് അറിയണമെന്ന് നിർബന്ധമാണോ? അല്ല, ഒന്ന് അടങ്ങി കിടക്ക് പൊന്നേ. കടിക്കാതട പട്ടി. I love you, Nandu. Love you too, Shakti. என் முத்தம் விழுந்துன் மோகம் அடங்குமா? நீயே சொல்.